കലാഭവൻ മണിയുടെ മരണത്തെക്കുറിച്ച് സഹോദരൻ രാമകൃഷ്ണൻ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് നടത്തിയിരിക്കുന്നത്. ആശുപത്രിയിലാകുന്ന ദിവസം നടന്ന കാര്യങ്ങൾ ഒപ്പമുണ്ടായിരുന്നവർ ഒന്നും പറഞ്ഞില്ലെന്ന് RLV രാമകൃഷ്ണൻ പറയുന്നു. സഫാരി ചാനലിലാണ് തുറന്ന് പറച്ചിൽ നടത്തിയിരിക്കുന്നത്. ചേട്ടന്റെ വേർപാട് ഇന്നും നമ്മുടെ മനസ്സിലുണ്ട്. അന്ന് ശനിയോ ഞായറോ മറ്റോ ആയിരുന്നു. അന്ന് അച്ഛന്റെ സ്മാരകത്തിൽ ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു. അന്ന് വൈകുന്നേരം 6:30-7 മണിയോടെയാണ് എനിക്ക് ഫോൺ വരുന്നത്. ചേട്ടൻ അമൃതയിലാണ്, സീരിയസ് ആണ്, പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞു. എൻ്റെ സുഹൃത്തും ഞാനും കൂടെ അവിടേക്ക് ഓടിയെത്തി. ചേട്ടൻ വെന്റിലേറ്ററിലാണ്. മണി എന്താണ് കഴിച്ചതെന്ന് പറഞ്ഞാലേ ആന്റിഡോസ് എടുക്കാൻ പറ്റൂ. ഇപ്പോൾ അബോധാവസ്ഥയിലാണ് എന്ന് പറഞ്ഞറിഞ്ഞു. പുറത്തേക്കിറങ്ങി ഇദ്ദേഹത്തിന്റെ കൂടെയുണ്ടായിരുന്ന മുഴുവൻ സുഹൃത്തുക്കളോടും ചോദിച്ചു. ആരും ഒന്നും പറയുന്നില്ല. മറിച്ച് 6-ന് അദ്ദേഹം മരിക്കുന്നു. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു. മീഥൈൽ ആൽക്കഹോൾ പോയ്സണിംഗ് കാരണമാണ് മരിച്ചതെന്നാണ് അതിൽ പറയുന്നത്. അദ്ദേഹത്തിന് ചെറിയ തോതിൽ ലിവർ സിറോസിസിന്റെ അസുഖമുണ്ടായിരുന്നു. എന്താണ് മരണകാരണമെന്നറിയാതെ ഞങ്ങൾ നിശബ്ദരായി നിന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതോടെ ചാനലുകൾ മുഴുവൻ വിളിച്ചു തുടങ്ങി. പിന്നെയാണ് മാർച്ച് 5-ന് മുമ്പുള്ള ദിവസങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നത്. സാധാരണ ചേട്ടൻ ബിയറാണ് കഴിക്കാറ്. കുട്ടിക്കാലം മുതൽ ചേട്ടൻ മദ്യപിക്കുകയോ പുകവലിക്കുകയോ ചെയ്യുന്ന ആളല്ല. സിനിമയിൽ കയറി വളരെ കാലങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം ബിയർ തന്നെ കഴിച്ചു തുടങ്ങിയത്. എൻ്റെ കൺമുന്നിൽ അദ്ദേഹം ഒരുപാട് മദ്യപിച്ചു വരുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അന്വേഷിച്ചപ്പോൾ അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു വ്യക്തി എന്നോട് പറഞ്ഞത് തലേ ദിവസം അതിഥികൾ വന്നു പോയിരുന്നു. പിറ്റേ ദിവസം രാവിലെ ചേട്ടൻ ബിയർ ചോദിച്ചപ്പോൾ ബിയർ ഉണ്ടായിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന 2 പേർ പുറത്തുപോയി പെപ്സി വാങ്ങിക്കൊണ്ടുവന്ന് ബിയർ കുപ്പിയിൽ ഒഴിച്ച് ബിയറാണെന്ന് പറഞ്ഞു കൊടുത്തു. അതോടെ അദ്ദേഹത്തിന്റെ കണ്ണിന്റെ കാഴ്ച പോയതുപോലെ സാഹചര്യം ഉണ്ടാകുകയും നിലത്ത് കിടന്നുരുളുകയും ചെയ്തു. ഒരുപാട് സംരംഭങ്ങൾ അദ്ദേഹം അവിടെ കാണിച്ചു. അവിടെയുള്ള ആരും ഈ വിവരങ്ങൾ വീട്ടിലറിയിച്ചില്ല. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ അതികഠിനമായ മരുന്ന് കുത്തിവെച്ചു. സഡൈറ്റ് ചെയ്തു. സുഹൃത്തായ ഡോക്ടറുടെ നേതൃത്വത്തിലാണ് കുത്തിവെച്ചത്. ഇതൊന്നും നമ്മളോട് പറയുന്നില്ല. ചേട്ടന് വേറെ വസ്ത്രം വാങ്ങിച്ച് വൈകുന്നേരം 4 മണിയോടെയാണ് ആശുപത്രിയിലെത്തിക്കുന്നത്. വീട് പാടിയിൽ നിന്നും 200 മീറ്റർ പോലുമില്ല. ക്ലാസ് എടുക്കുന്നതിൻ്റെ മുമ്പിലൂടെയാണ് ചേട്ടനെ കൊണ്ടുപോയത്. പക്ഷേ ഞങ്ങളോട് പറഞ്ഞില്ല. ലിവർ സിറോസിസ് രോഗികൾക്ക് പാരസിറ്റമോൾ ഗുളിക പോലും കൊടുക്കാൻ പാടില്ല. നികൃഷ്ടമായ രീതിയിൽ കുത്തിവെച്ചാണ് അവർ ചേട്ടനെ കൊണ്ടുപോയതെന്നും RLV രാമകൃഷ്ണൻ പറയുന്നു. ചേട്ടൻ ഉടുത്ത വസ്ത്രങ്ങൾ അവർ കത്തിച്ചു കളഞ്ഞിരുന്നു. അവിടെയെല്ലാം കഴുകി വൃത്തിയാക്കി. പുതിയ തെളിവുകൾ കൊടുക്കാനില്ല. അന്വേഷണത്തിൽ തൃപ്തിയല്ലെന്നും മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും ഇന്നും വിശ്വസിക്കുന്നുവെന്നും RLV രാമകൃഷ്ണൻ പറയുന്നു. പക്ഷേ മദ്യപിച്ച് ഏറ്റവും അവസാന ഘട്ടത്തിൽ ശരീരം തന്നെ പുറന്തള്ളപ്പെടുന്ന വിഷമായ ഒരു ദ്രാവകമാണ് കലാഭവൻ മണിയുടെ മരണത്തിന് കാരണമെന്ന് ഇന്ന് പല ഡോക്ടർമാരും പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് ഉള്ളിലുള്ള ഒരു ചോദ്യം എന്തെന്ന് വെച്ചാൽ, തലേ ദിവസം പാടിയിൽ വന്നവർ എന്തിനാണ് ബിയറിന്റെ കൂടെ മറ്റു വസ്തുക്കൾ ഒഴിച്ച് കലാഭവൻ മണിക്ക് കൊടുത്തത്? ഈ ഒരു ചോദ്യമാണ് എല്ലാവരെയും മുൾമുനയിൽ നിർത്തുന്നത്. കൂടി ചതിച്ച ആൾക്കാരെല്ലാം പുറത്ത് നല്ല രീതിയിൽ ജീവിക്കുന്നു. കലാഭവൻ മണിയുടെ കുടുംബം ഇന്ന് മണിയെ ഓർത്ത് ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നു.